ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ്. ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് തോന്നുന്നില്ല, അതിനാ 2-3 ദിവസത്തെ മുന്നെയാണ് തോന്നുന്നത് നമ്മളിപ്പോൾ എന്നാണ് വീഡിയോ കിട്ടിയത്. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരെ തേടി ഞാനൊന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് ഒരു പാട്ട് പാടിയിട്ട് ഇങ്ങനെ പിരിവ് നടത്തുന്ന ആളുകളെ നമ്മൾ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരാൾ വന്നിട്ട് അവരെ, നിങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ അല്ലേ, അവരെ ഒരു ചെറിയൊരു ടൗണിൽ വന്നിട്ട് പാട്ട് പാടുന്ന സമയത്ത് അവർക്കൊരു ഇൻ്റർവെല്ലിന് ചെറിയ പാടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് സഹായം ചെയ്തു കൊടുത്ത ആതിര. പക്ഷെ ആ ഒരു പാട്ട് വൈറലായി. അപ്പോൾ ആ ഒരു പാട്ടിന്റെ ആളാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ആതിര, ഹായ്, എന്തൊക്കെ ഓർത്താണ്? പിന്നെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ആതിര തന്നെയാണ് ഫുൾ നെയിം? ആതിര കെ അനീഷ്. എന്താണ് അതിന്റെ സാഹചര്യം, ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാനും അച്ഛനും അമ്മയും കൂടി, കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞോളൂ. ഞാനും അച്ഛനും അമ്മയും കൂടി ടൗണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു ഇത്ത അവിടെ വന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ഒന്ന് പാട്ട് പാടിയത് കൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കുറെ പാട്ട് പാടി. അപ്പൊ ഞാൻ പറഞ്ഞു, താത്ത ചായ അവിടെ വാങ്ങിച്ചു വരെ കൊണ്ടു കൊടുത്ത് ചായ വെച്ചിട്ട് കുടിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, താത്ത എന്നാ നിങ്ങള് ചായ കുടിച്ചോളൂ, ഞാൻ ആ ഒരു ഇതിന് ഞാൻ ഗ്യാപ്പിൽ ഞാൻ പാടിക്കോളാം. അപ്പൊ അങ്ങനെ പാടി. ഫേസ്ബുക്കിൽ ഇടുന്നത് ശരിക്കും അത് ഇവിടെ തന്നെ ഉള്ള ഇരിക്കുകയാണ്, ജമാൽ പോത്തുകല്ല് ഇരിക്കേണ്ട ഫേസ്ബുക്ക് പേജിലിട്ടു. ഓക്കെ. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്, വൈറലായത്. പക്ഷെ ഇത് ഇത്രത്തോളം വൈറലാവുന്ന ആദ്യം പ്രതീക്ഷിച്ചോ? ഇല്ല, ഇത് ഇവിടെ നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും കുറച്ച് പേര് കാണുന്നല്ലാതെ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും കാണുന്നല്ലാതെ. ഈ വീട് ഇവിടെ തന്നെയാണ്? എവിടെ? പോത്തല്ലില്. നിങ്ങളുടെ സ്വന്തം വീട് തന്നെയാണ് അവിടെ ക്വാർട്ടേഴ്സില്? അപ്പൊ ആദ്യം എവിടെയായിരുന്നു? ആദ്യം പാതാറില്. പാതാറെന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളപ്പൊക്കം നടന്നേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാ? ആരൊക്കെയാ വീട്ടിലുള്ളത്? അച്ഛനും അമ്മയും. അച്ഛനും ഒരൊറ്റ മോള്. എത്രാം ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ അല്ലേ? ഏത് സ്കൂള്? കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന മോളാണ്. ഇങ്ങനെ വല്ലപ്പോഴും പാട്ട് പാടാനായിട്ട് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ പൊതുവെ ഉള്ളൊരു കാര്യം പറഞ്ഞാണ് ഇങ്ങനത്തെ അല്ലേ, പലരും പാട്ട് പാടിയിട്ടൊക്കെ പഠിക്കലും പാട്ടിന് എക്സ്പീരിയൻസ് ചെയ്യലൊക്കെ നമ്മളിങ്ങനെ ചില ഒഴിവുള്ള സമയത്താണ്, അതുകൊണ്ട് ഉദ്ദേശിച്ചാണ്. ഏതായാലും വളരെ ഭംഗിയായിട്ട് പാടി. പിന്നെ മറ്റു പാട്ടുകൾ ഏതെങ്കിലും പാടാനായിട്ട് ഇതിന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പാട്ട് പാടി കൊടുക്കാൻ പറ്റുമോ? ഏതൊന്ന് പാടി? താളിടണം എൻ പാപമല്ല, ശുഭസ്ഥിതി താതുയർ സ്ഥാനത്തിലല്ല, പകൽ രാവിൽ പുകഴ്വാനർഹനല്ല, പ്രതിഫലനാളിൽ യജമാനൻ നീയല്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ആതിരന്റെ ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് വീഡിയോ ആരെങ്കിലൊക്കെ ആയിട്ട് നമുക്കറിയാലോ, ആരെങ്കിലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചണല്ലോ, നല്ല പുറലോകം അറിയുള്ളൂ. അപ്പൊ എന്താണ് അതിനുണ്ടായിട്ടുള്ള സാഹചര്യം, ഇങ്ങനെ എന്താ തോന്നാൻ കാരണം? ഒന്നുമില്ല, കുട്ടി ആദ്യം നല്ലൊരു പാട്ട് പാടി. ആ പാട്ട് എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല, കേട്ടത്. അപ്പൊ എനിക്കത് മനസ്സിൽ വല്ലാതൊരു ഇത് കിട്ടി, ഒരു ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു ഒരു പാട്ട് കൂടി പാടണം എന്ന് പറഞ്ഞു. മോള് ആ പാട്ട് പാടി, അത് ജനങ്ങൾ ഏറ്റെടുത്തു. അത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് പിന്നെ പോസ്റ്റ് ചെയ്യണത്? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഒരൊറ്റ ദിവസം കൊണ്ട് കത്തി കയറി പോയി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന രാത്രി ഒരു 12 മണിയാണ്. അതെ അല്ലേ? 12 മണിക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അല്ല, രാവിലെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 4-5 കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോഴേ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോത്തിന് ഫുള്ള് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടും പിന്നെ എല്ലാവരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഇതാണ് നമ്മളെ ജമാൽക്ക. ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. ഇങ്ങനത്തെ കലാകാരന്മാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്താ പറയുക, പിന്നെ പലരും, കാരണം എന്താ പറയുക, നമുക്കൊക്കെ നാട്ടിലൊക്കെ ഉറങ്ങിക്കിടക്കണം, പല റിയാലിറ്റി ഷോയിലും പങ്കെടുക്കാൻ പറ്റാത്ത സാമ്പത്തികമായിട്ട് മറ്റൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ നമുക്കിടയിലൊക്കെ ഉണ്ട്. അവരൊക്കെ എങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴി എന്താ പറയുക, ഈ ചെറിയ ചെറിയ തെരുവുകളിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ മറ്റുള്ളവരെ പിന്നെ അറിയിക്കാൻ പറ്റില്ല, അവരെ കഴിവ് തെളിയിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ വളരെ വലിയ ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്ന ഇങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ബിഗ് താങ്ക്സ്, ബിഗ് സല്യൂട്ട്. ഇതാണ് നമ്മുടെ ആതിരൻ്റെ അച്ഛന്, അമ്മ, നമ്മൾ ആതിര മോള്. ഓക്കെ. എൻ്റെ അച്ഛൻ പിന്നെ എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ എന്താ പറയുക, എത്രത്തോളം വൈറലായ നിൽക്കുന്ന സ്ഥിതിക്ക് മോൾക്ക് ഇങ്ങനത്തെ കഴിവുകൾ കാര്യങ്ങളൊക്കെ മുമ്പേ തിരിച്ചറിഞ്ഞോ? നൈസർഗികമായിട്ടുള്ള ഈ കഴിവുകളുണ്ടായിരുന്നു. കഴിവുകൾ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ പാടുമായിരുന്നു. അത് പൊതുവെ ഈ മാപ്പിളപ്പാട്ടിനോടാണോ താല്പര്യം? മാപ്പിളപ്പാട്ടും എല്ലാ പാട്ടും പാടുമായിരുന്നു. ചെറിയ LKG UKG പഠിക്കുമ്പോൾ തന്നെ സ്റ്റേജിലൊക്കെ കയറുമായിരുന്നു, പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ തന്നെ ആൾക്കാർ പറയുന്നത് കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ വിടണം. അങ്ങനെയാണ് പിന്നെ പാട്ട് പഠിപ്പിക്കാൻ ഞാൻ വിട്ടത്. അങ്ങനെയാണ് പിന്നെ സംഗീതം പഠിപ്പിക്കാൻ
പിന്നെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിപ്പിക്കാൻ അങ്ങനെയാണ് വിട്ടത്. പിന്നെ ചെറുപ്പം മുതലേ മറ്റു ആൾക്കാരെ സഹായിക്കാനൊരു താല്പര്യം. ഇന്നിപ്പോ ഈ ഒരു വയറിലായ പാട്ട് പാടാൻ പോണത് നിങ്ങൾ അറിയോ അതോ നിങ്ങൾ എന്റെ കൂടെ? പിന്നല്ലാതെ ഞാൻ കൂടെ ഉണ്ട്. അതല്ലേ, ഞാൻ കൂടെ ഉണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടിയാണ് പോണത്. അതല്ലേ, അതായത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ കോട്ടയത്തിന്റെ തൊട്ട് താഴെയാണ്. നിങ്ങൾ എന്താ വർക്ക് ചെയ്യണേ? ഞാൻ ഇന്റീരിയറിന്റെ വർക്ക്. പേരെന്തേനും? എന്റെ പേര് അനീഷ്. ചേച്ചിന്റെ പേര് ദീപ. ദീപ. വർക്ക് ചെയ്യണ്ടല്ലോ, ഹൗസ് വൈഫാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫാമിലിയും കണ്ടല്ലോ, പാട്ട് കേട്ടു. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആതിരമോക്കും കുടുംബത്തിനും ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.